ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഗൈസ്, നമ്മൾ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ വേറെ പാക്ക് ഓപ്പണിംഗ് ഒന്നും അല്ല, നമ്മുടെ സാമുവൽ ഈറ്റോടെ പാക്ക് ഇറക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ക്വാഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കറക്കണം എന്തായാലും. അപ്പോൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും പാക്ക് ഇപ്പോൾ പൂവാറായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ എന്തായാലും കറക്കുന്നത് ഗൈസ് വ്യാഴാഴ്ച രാവിലെയാണ് ഗൈസ്. അപ്പോൾ 2 ഹവറും കൂടി ഉള്ളു ഗൈസ് ഈ പാക്ക്. അപ്പോൾ എന്തായാലും കറക്കി നോക്കാം ഗൈസ്. നമ്മുടെ കയ്യിൽ 1200 കോയിനുണ്ട്. കിട്ടുമല്ലോ എന്നൊന്നും എന്നെ അറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ പാക്കൊക്കെ കറക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ സാമുവലിറ്റോടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തായാലും കറക്കാം. ഗോൾഡ് പോച്ചറാണ്, ഈ സ്കിഡിലും കാർഡാണ് സാമുവലിറ്റോടെ. കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരുന്നു. ഡബിൾ ടച്ച്, ലോങ് റേഞ്ച് എല്ലാ സാധനങ്ങളും ഉണ്ട് ചങ്ങായിക്ക്. പിന്നെ നമ്മുടെ കാൻറ്റോണാണെങ്കിൽ 3 പ്ലേയേഴ്സും കിടിലൻ പ്ലേയേഴ്സ് തന്നെയാണ്. 3-ൽ ആരെ കിട്ടിയാലും കിടിലൻ തന്നെയാണ് ഗീസ്. പക്ഷേ കൂടുതലും പേരും ടാർഗറ്റ് വയ്ക്കുക സാമുവലിറ്റോയ്ക്ക് വേണ്ടിയായിരിക്കും. ഞാനും അതുപോലെ തന്നെയാണ് ഗീസ്. മെയിൻ ടാർഗറ്റ് എൻ്റെ സാമുവലിറ്റോ തന്നെയാണ്. പിന്നെ ക്രൈഫിന് കിട്ടിയാലും എനിക്ക് വിഷയമില്ല, കാൻറ്റോണേന് കിട്ടിയാലും വിഷയമില്ല ഗീസ്. പക്ഷേ മെയിൻ ടാർഗറ്റ് മുതൽ ഈട്ടോയാണ് ഗീസ് മെയിൻ ടാർഗറ്റ്. അപ്പോൾ കിട്ടുമല്ലോ എന്തായാലും നോക്കി നോക്കാം ഗീസ്. 1200 കോയിനുണ്ട്. അപ്പോൾ എന്തായാലും സ്പിന്നെടുത്ത് പോകാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും തേപ്പായിരിക്കും ഗൈസ്. എനിക്ക് അവസാനമായിട്ട് കിട്ടിയ എപ്പിക് പ്ലെയർ എന്ന് പറയുന്നത് മത്യൂസാണ് ഗൈസ്. മത്യൂസ്, റുമിനിക, ഒലിവർ കാൻ വന്നപ്പോൾ ഞാൻ കറക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് മത്യൂസിനെയാണ്. എനിക്ക് അവസാനം കിട്ടിയൊരു പ്ലെയർ മത്യൂസാണ്. അതിനുശേഷം എനിക്ക് എപ്പിക് പാക്ക് കറക്കിയിട്ട് എനിക്ക് ഒന്നും അടിച്ചിട്ടില്ല ഗൈസ്. നെയ്മറിൻ്റെ പാക്ക് വന്നപ്പോൾ ഞാൻ കറക്കി, എനിക്കൊന്നും കിട്ടിയില്ല. എന്തായാലും ഈ പ്രാവശ്യമെങ്കിലും ഒരാളെങ്കിലും തരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ എന്തായാലും കറക്കണ്. ഈ പാക്ക് എന്തായാലും പൂവാറായിട്ടുണ്ട്. അതുകൊണ്ട് പ്രോബിലിറ്റി കൂടുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇനി 2 ഹവറും കൂടി ഉള്ളു ഈ പാക്ക്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും 100 കോയിനാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 900 കോയിൻ കൊടുക്കാം. ഓക്കെ, സ്പിൻ എടുക്കാം ഗൈസ്. ഹിയർ വി ഗോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുക്കാൻ പോവാണ് ഗൈസ്. 100 കോയിനിൽ തന്നെ എപ്പിക്ക് അടിച്ചു കഴിഞ്ഞാൽ സീനായിരിക്കും. ബാക്കി കോയിൻ എനിക്ക് സേവ് ചെയ്യാം, നോക്കാം എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് സ്പിൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആരാ നോക്കാം എന്തായാലും. ഹിയർ വി ഗോ ഗൈസ്. ഉള്ളിൽ പച്ച കളറൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഫീച്ചർഡ് കാർഡ് അല്ലെങ്കിൽ എപ്പിക്ക്. കളറ് മാറിക്കഴിഞ്ഞാൽ എപ്പിക്ക് ആവോ? ഇല്ല ഗൈസ്, ഫീച്ചർഡ് കാർഡ് തന്നെയാണ്. സെൻറ്റർ ഫോർവേഡിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ സ്പിൻ തന്നെ ഹൈലൈറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതുപോലെ തന്നെ ഒന്നുകൂടി നമുക്ക് സ്പിൻ എടുത്ത് നോക്കാം ഗൈസ്. കൊനാമി പ്ലീസ് ഒരു എപ്പിക്ക് ഇതാ. കാൻറ്റോൺ ആണെങ്കിലും മതി, എനിക്ക് ആരായാലും വിഷയമില്ല ഗൈസ്. ഒരു എപ്പിക്ക് കുമാർ തരണ്ടേ, അത് തരുന്നില്ല എനിക്ക്. എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. സാമുവലിറ്റോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തായാലും സ്പിൻ എടുക്കാം ഗൈസ്. ഗൈസ് എൻ്റെ മനസ്സ് പറയണു മിക്കവാറും എനിക്ക് തേപ്പായിരിക്കും ഗൈസ്. എൻ്റെ ഈ ഫുൾ കോയിൻസുമാർ വലിപ്പിക്കും. എന്തായാലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും കറക്റ്റ് നോക്കാം ഗൈസ്. കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരുന്നു. സാമുവലിറ്റോനൊക്കെ വേണമെന്നുണ്ട് ഗൈസ്. പക്ഷേ കൊനാമിയും കൂടി വിചാരിക്കണം ഗൈസ്. കൊനാമിയും കൂടി വിചാരിച്ചാലാണ് നമുക്ക് എപ്പിക്ക് കിട്ടുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ 5000 കോയിനൊക്കെ കൊടുത്തിട്ടും കുറേ പേർക്കൊന്നും കിട്ടാനുള്ള ഗൈസ്. അവിടെയാണ് നമ്മളിപ്പോൾ 1200 കോയിൻ കൊടുക്കാൻ പോകുന്നത്. എന്താവുമെന്ന് എനിക്കറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കളിപ്പിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. നോക്കി നോക്കാം എന്തായാലും. ഫസ്റ്റ് സ്പിൻ നമ്മൾ കൊടുത്ത് നമുക്കൊരു ഹൈലൈറ്റ് കിട്ടി. 2ാമത്തെ സ്പിൻ എന്തായാലും എടുത്തു നോക്കാം. നമുക്കെന്തായാലും എല്ലാവരെയൊക്കെ ടാപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തായാലും സ്പിൻ എടുക്കാം ഗൈസ്. നോക്കി നോക്കാം എന്തായാലും. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കോയിനാണ് ഗൈസ്. നമ്മൾ പർച്ചേസ് ചെയ്ത കോയിൻ പോലും അല്ല, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, കളിച്ചുണ്ടാക്കിയതാണ് ഗൈസ്. നമ്മൾ പർച്ചേസ് ചെയ്ത കോയിനല്ല. അതുകൊണ്ട് അത്യാവശ്യം കരുണ കാണിക്കണമെന്ന് കൊനാമിയോട് ഞാൻ പറയുകയാണ് ഗൈസ്. കിട്ടിയാൽ മതിയായിരുന്നു, ഒരു എപ്പിക്കെങ്കിലും അടിക്കണം. നോക്കാം എന്തായാലും. ഡീറ്റെയിൽസൊക്കെ നോക്കട്ടെ ഗൈസ്. ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് എന്തായാലും സ്പിൻ എടുക്കാം. ഓക്കെ, ഹിയർ വി ഗോ. ഗൈസ് എപ്പിക്ക് അടിക്കുമോ ഗൈസ്? എപ്പിക്ക് അടിക്കുമോ ഗൈസ്? ഗസ് ചെയ്യ്. എപ്പിക്ക് അടിക്കുമോ നോക്കാം എന്തായാലും. 100 കോയിൻ ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഗൈസ്. നോക്കാം എന്തായാലും. ഇല്ല ഗൈസ്, ഇത് ഹൈലൈറ്റും അല്ല എപ്പിക്കും അല്ല. ഓക്കെ, ഒരു 3 സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. തേപ്പ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നണില്ല ഗൈസ്, എനിക്ക് ഇതിനകത്തുനിന്ന് എപ്പിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല.
എൻ്റെ ഫുൾ വിശ്വാസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി നോക്കാം എന്തായാലും ഗൈസ്. ഒരു 100 കോയിനോട് നമുക്ക് എടുക്കാം ഗൈസ്. ഒരു 100 കോയിനോട് എടുത്തിട്ട് ബാക്കി നമുക്ക് 900 സ്പിന്നെടുത്ത് നോക്കാം. 900 കോയിന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കി നോക്കാം എന്തായാലും. സാമുവൽ ഇറ്റോ, പ്ലേസ് കൊനാമി, എപ്പിക്ക് എപ്പിക്ക് വേണം ഗൈസ്. കാൻറ്റോണ ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ക്രൈഫും ഡീപ്പ് ലൈൻ ഫോർവേഡാണ്. പക്ഷേ ക്രൈഫിൻ്റെ ഈ കാർഡ് അടിപൊളി കാർഡാണ് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിടിലൻ കാർഡാണ്. സാമുവലിയോയുടെയും ബെസ്റ്റ് കാർഡാണ് വന്നേക്കണേ. കാൻറ്റോണയുടെ കാര്യം എനിക്ക് അറിയില്ല ഗൈസ്. കാൻറ്റോണയുടെയും കുഴപ്പമില്ലാത്ത കാർഡ് തന്നെയാണെന്ന് തോന്നുന്നു. മൊമെൻറ്റം ഡ്രിബിളിംഗ് ഒക്കെ ഉണ്ട്. നമുക്കെന്തായാലും നോക്കി നോക്കാം ഗൈസ്. എപ്പിക്ക് അടിക്കോ ഇല്ലയോ എന്ന് എന്തായാലും നോക്കി നോക്കാം. കൊനാമി പ്ലീസ് ഒരു എപ്പിക്ക് താ. കാൻറ്റോണ ആയാലും മതി. എന്തായാലും നമുക്ക് ഇവരൊക്കെ ടാപ്പ് ചെയ്തിട്ട് എന്തായാലും കറക്കി നോക്കാം ഗൈസ്. ഓക്കെ, കാൻറ്റോണനെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ക്രൈഫിനെ ടാപ്പ് ചെയ്തു. ബാക്ക് ഇറങ്ങി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് സ്പിന്നെടുക്കാം. മൂന്നാമത്തെ ട്രൈ ആണ് ഗൈസ്. 100 കോയിൻ്റെ മൂന്നാമത്തെ ട്രൈ ആണ്. നോക്കി നോക്കാം. കൊനാമി പ്ലീസ് എപ്പിക്ക് താ. നോക്കാം ഗൈസ്, നോക്കാം. ഹിയർ വി ഗോ ഗൈസ്. മൂന്നാമത്തെ ട്രൈ ആണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതും ബേസ് കാർഡ് തന്നെയാണ് ഗൈസ്. എന്ത് കഷ്ടമാണിത് ഗൈസ്. ഇതും ബേസ് കാർഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിനി 900 കോയിനാണ് ഗൈസ് കൊടുക്കാൻ പോകുന്നത്. എന്താവുന്ന ഒരു പിടിയില്ല. 900 കോയിൻ അടിച്ചു കഴിഞ്ഞാൽ നൈസായിരുന്നു. നോക്കാം എന്തായാലും. ഓക്കെ, നമ്മളെന്തായാലും ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം ഗൈസ്. ക്രൈഫിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ക്രൈഫിനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. സാമുവലിയോട്ടാണെങ്കിൽ എൻ്റെ മെയിൻ ടാർഗറ്റ് കിട്ടുമോ നോക്കാം എന്തായാലും. 900 കോയിനാണ് ഗൈസ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോയിനാണ്. എന്തെങ്കിലും വാല്യൂ നിങ്ങൾ തരണം കൊനാമി. കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത കോയിൻ പോലും അല്ല, കുത്തിരുന്ന് കളിച്ചുണ്ടാക്കിയ കോയിനാണ്. അതിനുള്ള വാല്യൂ നിങ്ങൾ എന്തായാലും തന്നേ പറ്റൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് സ്പിന്നെടുക്കുക. 900 കോയിനാണ് ഗൈസ്. നെയ്മറിൻ്റെ ബാക്ക് വന്ന ടൈമിൽ ഞാൻ 800 കോയിനാന്ന് തോന്നുന്നു. 800 കോയിൻ കറക്കി എനിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ അതിന് മുമ്പ് വേറെ ഏതൊക്കെ ബാക്ക് വന്നു, അതൊക്കെ കറക്കിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല ഗൈസ്. കാരണം ഞാനിപ്പോൾ ഈ കോയിൻ ഞാൻ സേവ് ചെയ്ത് വെച്ച് പീറ്റർ ചെക്കിൻ്റെ ഒരു കാർഡ് വരണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ സേവ് ചെയ്താണ് ഗൈസ്. പക്ഷേ സാമുവലിയോയുടെ ഈ കാർഡ് വന്നപ്പോൾ ഞാൻ എന്തായാലും സ്പിന്നെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം സാമുവലിയോയുടെ ഇതുപോലത്തെ ഒരു കാർഡ് ഇനി വരുമോ എന്ന് ഡൗട്ടാണ് ഗൈസ്. ഇനി വരാനുള്ളതെങ്ങാണ്ട് ഇൻ്റർ മിലാൻ്റെ കാർഡെങ്ങാണ്ടാണ്. അപ്പോൾ ഈ സാമുവലിയോട്ട് അത്യാവശ്യം അടിപൊളി കാർഡാണ്. അതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ സ്പിന്നെടുക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള 3 പ്ലേയേഴ്സും കിടിലൻ പ്ലേയേഴ്സാണ്. അപ്പോൾ ആരെ കിട്ടിയാലും നമുക്ക് വിഷയമില്ലാത്തൊരു പാക്കാണ്. അതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ ഈ പാക്ക് കറക്കാമെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ കോയിൻ സേവ് തന്നെ ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, റൊട്ടേറ്റൊക്കെ ചെയ്യാം ഗൈസ്. റൊട്ടേറ്റൊക്കെ ചെയ്ത് നമ്മൾ സ്പിന്നെടുത്ത് നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരുന്നു. കൊനാമി പ്ലീസ് ഒരു എപ്പിക്ക് തന്നെ, ഒരൊറ്റ എപ്പിക്ക് മതി എനിക്ക്. ചതിക്കരുത് കൊനാമി പ്ലീസ്. ഒരൊറ്റ എപ്പിക്ക് എനിക്ക് മതി. ഓക്കെ, നമുക്ക് സാമുവലിയോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സാമുവലിയോ പ്ലീസ്, കൊനാമി പ്ലീസ്. നോക്കാം എന്തായാലും. ഫിനോമിനൽ ഫിനിഷിംഗ് ഉണ്ട്. അത്യാവശ്യം എല്ലാ കിടിലൻ സ്റ്റാറ്റ്സ് ഉണ്ട് ഈ സാമുവലിയോയ്ക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ കിടിലൻ സ്റ്റാറ്റ്സ് ഉണ്ട്. ഗോൾ പോച്ചറാണ്, അതാണ് മെയിൻ. മിക്കതും ഉണ്ട്. ഹീൽ ട്രിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ചങ്ങായിക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിട്ടണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ കൊനാമി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എപ്പിക്ക് അടിക്കുള്ളൂ. കൊനാമി വിചാരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പിക്ക് അടിക്കില്ല ഗൈസ്. കാരണം എനിക്കിപ്പോൾ കുറച്ച് ഇതായിട്ട് ഭയങ്കര ടേപ്പാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പി പാക്ക് എനിക്ക് എപ്പിക്ക് അടിച്ചിട്ട് ഇപ്പോൾ കുറേ ആയി ഗൈസ്. എനിക്ക് അവസാനം കിട്ടിയത് മത്യൂസാണ്. എന്തായാലും നമുക്ക് സ്പിന്നെടുത്ത് നോക്കാം ഗൈസ്. നമ്മൾ ഒത്തിരി എന്തായാലും കൊനാമിനെ കുറ്റപ്പെടുത്തുന്നില്ല.
കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ തരില്ല ഗൈസ്. കൊനാമി ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. അല്ലാതെ ഇമ്മാതിരി തേപ്പാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കണേ. എന്തായാലും സ്പിൻ എടുക്കാം, അല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. 900 കോയിൻ എന്തായാലും ഞാൻ കൊടുക്കുവാണ്. ഒരു പ്രതീക്ഷയുണ്ട്, എപ്പിക്ക് അടിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഗൈസ് ഞാൻ എന്തായാലും കറക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തായാലും കുറേ പ്രാവശ്യമൊക്കെ ടാപ്പ് ചെയ്തിട്ട് കറക്കിയാൽ മതി. എന്തായാലും 900 കോയിൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കറക്കി കഴിഞ്ഞാൽ വലിയ എപ്പിക്ക് അടിച്ചു കഴിഞ്ഞാൽ കളിപ്പിക്കാം, അത്ര തന്നെ. എന്തായാലും നോക്കാം. ഓക്കെ, നമ്മളെല്ലാ ഹൈലൈറ്റ്സിനൊക്കെ നോക്കി ടാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ അറിയില്ല ഗൈസ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഗൈസ്. ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും അടിക്കും. ഓക്കെ, ജോഹാൻ ക്രൈഫിനെങ്കിലും താ പ്ലീസ്. കൊനാമി പ്ലീസ്. ഞാൻ 100 കോയിൻ കൊടുക്കാൻ പോവാണ് ഗൈസ്. എന്താവുമെന്ന് അറിയില്ല, കൊടുത്തു നോക്കാം. എപ്പിക്ക് അടിക്കുമോ ഗൈസ്? എനിക്ക് അറിഞ്ഞൂടേ ഗൈസ്. 900 കോയിനാണ് ഗൈസ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോയിനാണ്. അപ്പോൾ 900 കോയിൻ ഞാൻ എന്തായാലും സ്പിൻ എടുക്കാൻ പോവാണ്. ഹെർവി ഗോ. അപ്പോൾ കിട്ടുമല്ലോ നോക്കാം ഗൈസ്. ഹെർവി ഗോ. അപ്പോൾ ഞാൻ 900 കോയിൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കൊനാമി പ്ലീസ് പ്ലീസ് എപ്പിക്. എടാ എന്ത് കഷ്ടമാണത് ഗൈസ്. പച്ച കളറുണ്ട് ഉള്ളിൽ, ബട്ട് ഇത് എപ്പിക്ക് അല്ലടേ, ഇത് ഹൈലൈറ്റ് കാർഡാണ് ഗൈസ്. ഞാൻ ഇവിടെ വെച്ച് ഈ പരിപാടി ഞാൻ നിർത്തുകയാണ് ഗൈസ്. ഞാൻ ഇനി എപ്പി പാക്ക് കറക്കണ പ്രശ്നമില്ല. എടാ ഇത് എന്ത് കഷ്ടമാണ് കൊനാമി. 10ാം നമ്പർ എന്തിനാണ്? എനിക്ക് വേണ്ടത് എപ്പിക്കാണ്, അല്ലാതെ ഹൈലൈറ്റ് കാർഡല്ല. എന്തോന്ന് തേപ്പടേത് ഗൈസ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോയിൻ ഒരു യൂസും ഇല്ലാതെ പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി എപ്പി പാക്ക് ഞാൻ കറക്കണ പ്രശ്നമില്ല ഗൈസ്. ഞാൻ ഇനി കോയിൻ സേവ് ചെയ്യാൻ പോവാണ്. ഇവന്മാർ വമ്പൻ തേപ്പാണ് ഗൈസ്, വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ വെച്ച് പരിപാടി നിർത്തിയിട്ടുണ്ട്. എന്തായാലും എന്ത് കഷ്ടമാണിത്. എത്ര കോയിനാണ്? 1200 കോയിൻ കൊടുത്തു ഗൈസ്. 1200 കോയിൻ കൊടുത്തിട്ട് കിട്ടുന്നില്ല ഗൈസ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, കാരണം ഇവിടെ 5000 കോയിൻ കൊടുത്തിട്ട് പോലും കുറേ പേർക്കൊന്നും കിട്ടില്ല. അവിടെ നമുക്ക് 1000 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോണില്ല ഗൈസ്.